കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബേക്കൽ ഡിവിഷനിലെയും പുത്തികൈ ഡിവിഷനിലെയും റീകൗണ്ടിംഗ് ഫലം മാറാതെ വന്നതോടെ ജില്ലാ പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണി ഉറപ്പിച്ചു. ബേക്കലിൽ LDF-ലെ TV രാധിക 267 വോട്ടിന് വിജയിച്ചു. UDF-ലെ ഷാഹിദ റഷീദിനെയാണ് രാധിക പരാജയപ്പെടുത്തിയത്. പുത്തികയിൽ UDF-ലെ JS സോമശേഖര വിജയിച്ചു. വാശിയേറിയ പോരാട്ടമാണ് ബേക്കൽ ഡിവിഷനിൽ നടന്നത്. ശനിയാഴ്ച നടന്ന വോട്ടെണ്ണലിൽ രാധികയാണ് വിജയിച്ചിരുന്നത്. എന്നാൽ എണ്ണിയതിൽ പിശകുണ്ടെന്ന് കാണിച്ച് ഷാഹിദ നൽകിയ പരാതി അംഗീകരിച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരിയായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ റീകൗണ്ടിങ്ങിന് ഉത്തരവായത്. സോമശേഖരയുടെ വിജയത്തെ ചോദ്യം ചെയ്ത് BJP സ്ഥാനാർത്ഥി മണികണ്ഠൻ നൽകിയ പരാതിയെ തുടർന്നാണ് പുത്തികൈ ഡിവിഷനിൽ റീകൗണ്ടിംഗ് അനുവദിച്ചത്. എൻമഗജെ പഞ്ചായത്തിലെ 7 വാർഡുകളിലെ വോട്ട് വീണ്ടും എണ്ണണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. 438 വോട്ടിനാണ് സോമശേഖരൻ വിജയിച്ചത്. റീകൗണ്ടിങ്ങിലും രാധികയുടെ വിജയം സ്ഥിരീകരിച്ചതോടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇടതുമുന്നണി ഭരിക്കും. ചില ബൂത്തുകളിലെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ അത് ഞങ്ങളുടെ ഏജന്റുമാർ നൽകിയ കണക്കും റിസൾട്ടുമായി ഒത്തുചേർന്ന് നോക്കിയപ്പോൾ അതിൽ പൊരുത്തം കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു റീകൗണ്ടിങ് ആവശ്യപ്പെട്ടത്. അതെല്ലാ ബൂത്തുകളിലും ഞങ്ങൾ റീകൗണ്ടിങ് ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുള്ള ഈ കണക്കുകൾ പൊരുത്തപ്പെടാതെ വന്നിട്ടുള്ള ബൂത്തുകളിലേക്ക് മാത്രമാണ് ഞങ്ങൾ റീകൗണ്ടിങ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഏതാണ്ട് പരിശോധിച്ചപ്പോൾ അത് ഏതാണ്ട് റിസൾട്ടുമായി സാമ്യമുള്ളതാണെന്ന് ഞങ്ങൾ റീകൗണ്ടിങ്ങിലൂടെ മനസ്സിലാക്കി. ആകെ പരാതി ഉണ്ടായത് UDF-നാണ്. UDF-ന് പരാതി ഉണ്ടാകാൻ വേണ്ടി കാരണം ഗ്രാമപഞ്ചായത്തിലെ പല വാർഡിനകത്തും UDF-ന് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള വോട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം BJP നല്ല നിലയിൽ UDF-നെ സഹായിക്കുന്ന സമീപനമാണ് പല വാർഡിനകത്തും ഉണ്ടായത്. അതിന് സമാനമായിട്ടുള്ള വോട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ പല വാർഡിനകത്തും UDF-ന് 200-ഉം 300-ഉം ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രതീക്ഷിച്ച സ്ഥാനത്ത് 40-ഉം 50-ഉം 60-ഉം വോട്ടായി മാറിയപ്പോൾ വലിയ നിലയിൽ വോട്ട് കുറഞ്ഞു. അത് ഈ കൗണ്ടിങ്ങിൻ്റെ ഭാഗമായി വന്ന തെറ്റാണ് എന്ന നിലയിലേക്ക് അനാവശ്യമായിട്ടുള്ള വാദം ഉന്നയിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും ഭാഗമായിട്ട് വന്നിട്ടുള്ള മേൽക്കൈയുടെ ഭാഗമായി UDF-ന്റെ ഉൾപ്പെടെയുള്ള വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ആകെയുള്ള 18 സീറ്റുകളിൽ 9 ഡിവിഷനുകളിൽ വിജയിച്ചാണ് ഇടതുമുന്നണി തുടർഭരണം ഉറപ്പാക്കിയത്. UDF-ന് 8-ഉം BJP-ക്ക് 1 ഡിവിഷനുമാണ് ലഭിച്ചത്. കുറ്റിക്കോൽ ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സാബു എബ്രഹാം ആയിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക. ന്യൂസ് ബ്യൂറോ, ബേക്കൽ.